പട്ടിണി മാറ്റൂ പട്ടിണി മാറ്റൂ പട്ടിണി മാറ്റൂ പട്ടിണി മാറ്റൂ പഞ്ചായത്തിലെ പട്ടിണി മാറ്റൂ പഞ്ചായത്തിലെ പട്ടിണി മാറ്റൂ ഉറക്കം തൂങ്ങി പ്രസിഡന്റ് പ്രസിഡന്റ് രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകും ജീവൽ പ്രശ്നം അറിയാത്ത ജീവൽ പ്രശ്നം അറിയാത്ത ജീവൽ പ്രശ്നം കാണാത്ത ജീവൽ പ്രശ്നം കാണാത്ത ഭരണക്കാരെ മുർദാബാദ് ഭരണക്കാരെ മുർദാബാദ് ഭരണക്കാരെ മുർദാബാദ് സുഗത ഈ നേരത്തെ പറഞ്ഞു ഒരുപാട് നേരം കൊണ്ട് പറഞ്ഞു മൂത്രാബാദ് അതെന്താ മൂർദാബാദല്ല മൂർദാബാദ്. അതെന്തൊരു സാധനം? അതെന്ത് പണ്ടറിഞ്ഞ മേധാവ് വിളിക്കുന്ന വിളിച്ചാ അതെ അതൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പൊ ആദ്യം ചടങ്ങിലേക്ക് കിടക്കാം ഓ കത്തട്ടെങ്ങനെ കത്തട്ടെ സത്യശീലൻ കത്തട്ടെ 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 കത്തട്ടെ. എന്താണ് ഇപ്പൊ എങ്ങടേക്ക് പോണത്? എനിക്ക് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിക്കോന്നേ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു പ്രക്ഷോഭ പരിപാടി നടക്കുമ്പോ അത് കണ്ടില്ല എന്ന് അടിച്ചു പോണത് ഞങ്ങളോടുള്ള ഒരു അവഹേളനല്ലേ? അങ്ങനെ മാറസൂത മെമ്പറെ പ്രസിഡന്റ് അകത്തേക്ക് പോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് പറയണത് കേട്ടിട്ട് പോയാൽ മതി. പ്രസിഡന്റിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കത്തിക്കണ ആ പ്രസിഡന്റിനോട് പറഞ്ഞാൽ പോരാ. ഉണ്ടായിരിക്കണേ അവിടെ. ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പോയാൽ മതി. പറയേ ഞാൻ കേൾക്കാം. പറഞ്ഞോ പ്രസിഡന്റ്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രളയം വന്നു, അതെ, കോവിഡ് വന്നു, ആകെ മൊത്തം നരകത്തിലാണ്. എത്ര പേരാണ് നമ്മുടെ പഞ്ചായത്തില് ജീവിക്കാൻ വഴിയില്ലാതെ കഴിയുന്നറിയോ? എത്ര പട്ടിണി പാവങ്ങളാണെന്നറിയോ? ഇവരൊന്നും തിരിച്ചറിയാതെ കണ്ണടച്ചു പോകുന്ന പ്രസിഡന്റും ഭരണസമിതിയും ഉണർന്ന് പ്രവർത്തിക്കണം. അതുവരെ ഞങ്ങൾ സമരം ചെയ്യും. എന്നാ അതിനുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത്. അതിപ്പോ എപ്പോഴും നിങ്ങൾ മീറ്റിംഗ് നടത്തണല്ലേ? എന്നാ ഇത് അതുപോലെയല്ല. കേരളത്തില് അതിദരിദ്രരായിട്ടുള്ള എത്രമാത്രം ആളുകളുണ്ട് എന്നുള്ളത് കണ്ടെത്തി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നാണ് അതിന്റെ പേര്. അപ്പൊ നമ്മള് ഓരോ പഞ്ചായത്തിലെയും വാർഡുകളില് വാർഡ് മെമ്പർമാര് കൺവീനർ ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാകും. ആ കമ്മിറ്റിയാണ് ആ വാർഡിൽ എത്രത്തോളം ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അവരതിന്റെ റിപ്പോർട്ട് പഞ്ചായത്തിന് തരുന്നു, പഞ്ചായത്ത് അത് നേരെ സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ ഈ പാവപ്പെട്ട ആളുകളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആ നിലയ്ക്കെല്ലാം സഹായിക്കുന്നു. അപ്പൊ അതിനുള്ളൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവരവരുടെ വാർഡുകളിൽ എത്രമാത്രം ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടാ. അതിനൊക്കെ വേണ്ടി ഒന്ന് കൂടെ നിൽക്ക്. അല്ലാതെ ഈ മണ്ണെണ്ണയും പെട്രോളൊക്കെ കത്തിച്ചിട്ട് വെറുതെ കോലം കത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രസിഡന്റ് നടക്കും. വിജയിച്ചേ വിജയിച്ചേ സമരം ഞങ്ങൾ വിജയിച്ചേ. പ്രിയമുള്ളവരെ, നമ്മുടെ സമരം സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ സമരം വിജയിച്ചിരിക്കുന്നു. സമരം ഇവിടെ അവസാനിക്കുന്നു. കൊണ്ടു സഖി ഒരു കുലമന്ദിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ കൊണ്ടു പ്രിയേ. ഞാൻ ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോകും. എന്തേ? അവിടെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. സമയം എത്രയായി? സമയം 11:50. ഒരു 50 രൂപ. നോട്ടം കണ്ട എന്നും കായ്യായിരുന്ന മാതിരിയാ. എന്റെ എൽദോസെ, ഞാൻ പറഞ്ഞത് ഇയാള് കേൾക്കും. ഞാനല്ലേ മെമ്പർ? ആണല്ലോ. അപ്പൊ ഞാൻ പറയണതനുസരിക്കും. നമുക്ക് 150 പേരെ പങ്കെടുപ്പിക്കണം. എടാ, ജില്ലാ സമ്മേളനമാണിത്, ജില്ലാ സമ്മേളനം. 100 ആണുങ്ങളും 50 പെണ്ണുങ്ങളും. അതിന് ഒരു 10 വണ്ടി വേണം. വണ്ടി 10. എടാ, അവർക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കാം. എനിക്കറിയാം. മട്ടൻ ബിരിയാണിയാ? മട്ടൻ ബിരിയാണി ഒന്നും പറ്റില്ല. ചിക്കൻ ബിരിയാണി നമ്മൾ മേടിച്ചു കൊടുക്കും. നീ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. സൗകര്യം നിങ്ങൾ വിവരം അറിയേ. എടേ, ഞാൻ പറഞ്ഞത് 100 ആണുങ്ങളും 50 പെണ്ണുങ്ങളും. അതെ, മെമ്പർ എന്താണോ പറയണത് അതങ്ങോട്ട് ചെയ്താൽ മതി. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വഴിയൊന്നും വേണ്ട. കുറെ നേരം ഞാൻ അവിടെ നിന്ന് മന്മേട്ടാന്ന് വിളിക്കണു. ഞാൻ ഒരു കാര്യം സംസാരിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. ജില്ലാ സമ്മേളനത്തിനുള്ള ആൾക്കാർ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണല്ലേ. നിങ്ങളുടെ കോലം കത്തിച്ചോ പഞ്ചായത്തിൽ ഇന്നലെ? എടി, എന്റെ കോലം അല്ല. എന്റെ കോലം കത്തിക്കെങ്കിൽ വരട്ടെ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ സത്യശീലൻ, അയാളെ കോലം കത്തിച്ചു.
ആളിനെ കാണാനുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് കോയ വിശേഷങ്ങൾ? നമ്മക്കെന്ത് വിശേഷം എന്റെ മന്മതോ? വിശേഷമൊക്കെ നിങ്ങള് പഞ്ചായത്തേർക്കല്ലേ? അത് പഞ്ചായത്തിൽ എന്ത് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞ്. ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കും കോയ, ഇവിടെ ഇരിക്കും. വേണ്ട വേണ്ട, അതൊക്കെ വലിയ വലിയ ആൾക്കാർ വരുമ്പോ ഇരുന്നോട്ടെ. നമ്മള് പാവപ്പെട്ടവര് ഇവിടെ തന്നെ ഇരിക്കല്. ഇല്ല, പഞ്ചായത്തിൽ എന്തോ വിശേഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? അന്നാള് നിങ്ങൾ ഇതാ കക്കൂസ് കൊടുക്കണ്ട് പറഞ്ഞില്ലേ ആൾക്കാർക്ക്? എല്ലാവർക്കും ഇതാ കക്കൂസ് കൊടുക്കണ പഞ്ചായത്ത് നിന്നും പറഞ്ഞു. ഞാൻ ഓടിപ്പാഞ്ഞ് വന്നപ്പോ അതാ കക്കൂസ് ആദ്യം വന്നവരൊക്കെ പാടെ കക്കൂസും ഉണ്ടായി. അതിന് കോയക്കാന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടല്ലോ. ഒന്നേ ഉള്ളു. ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ മറ്റൊന്നിനൊരു വിശ്രമം കിട്ടൂലേ? എന്റെ കോയ, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വാർഡ് സഭ നടക്കുമ്പോ അതിലൊക്കെ പങ്കെടുക്കണം. അതിന് പിന്നെ പോലെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടപ്പോ നിങ്ങൾ അതൊക്കെ അറിയിക്കണേ. അതൊക്കെ വലിയ വലിയ ആൾക്കാരനല്ലേ നിങ്ങൾ അറിയിക്കുള്ളോ നടക്കണൊക്കെ. അടുത്ത വാർഡ് സഭ കോയ അറിയിക്കണം. അല്ല മന്മത, അതേ പഞ്ചായത്തിൽ എന്താ പുതിയ പദ്ധതിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ? അതിന് കോയക്ക് പറ്റിയ പദ്ധതി ഒന്നും വന്നിട്ടില്ലല്ലോ. അല്ല, നിങ്ങള് ദാരിദ്ര്യർക്ക് എന്താ സഹായിക്കുന്നുണ്ട് പറഞ്ഞ്? അത് ദാരിദ്ര്യം ഉള്ളവരെ. അതിന് കോയക്ക് എന്താ ദാരിദ്ര്യം? എന്താ റബ്ബേ പറഞ്ഞിട്ടുണ്ടാ? ഒരാള് സഹായിച്ചില്ലാണ്ട് ഒറ്റാന്തടിയായിട്ട് നടക്കണ കാര്യമാണ് തീ പറഞ്ഞിട്ടുണ്ടാ. ഒരാൾക്ക് മനസ്സിലാവൂല എന്റെ ഗതികേട്. പിന്നെ എങ്ങനെയെങ്കിലും എന്നാ പദ്ധതിയിലൊന്നും ഉൾപ്പെടുത്തേണ്ട പൊന്നാര വന്നതാ. എന്റെ കോയ, അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതങ്ങനെ വെച്ചാൽ ഇതെന്തത്? ഇത് കുറച്ച് പച്ചക്കറിയും പച്ചമീനൊക്കെയാണ്. ഇതങ്ങനെ ആ ഇവിടുന്ന് വരുമ്പോ വേട്ടയൊക്കെ വല്ല ആവശ്യം ഉണ്ടാവും. കുഴപ്പമില്ല. അതെ, ഒന്നും കാറ്റ്. അല്ല അതല്ല, സഞ്ചി കാറ്റ്. അതിലൊരു സാധനം ഇതേ ഇത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാവും. ഇത് ഇവിടുന്നത് അല്ല, അതാ മിലിറ്ററിക്കാരൻ ഞാൻ വർത്താനം പറയാൻ നിന്നപ്പോഴേ ഫോന്റെ ചോദിച്ചപ്പോ ഇങ്ങോട്ട് വരികയല്ല. അപ്പൊ വരാൻ വെക്കുന്ന ഒരു ഇത് ഇന്നത്തെ അങ്ങനെ മേടിച്ച നിങ്ങളെ കൊണ്ടുവച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്നും അതിൽ ചേർക്കിന്റെ മന്മത. അതെ, കുറെ പ്രശ്നങ്ങളുണ്ട് കോയ. അത് മന്മേടം നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യാണോ? നമ്മുടെ കോയക്കാക്ക് വേണ്ടിയല്ലേ? മന്തു, അതങ്ങനെ അല്ല. പാവം, അതിന്റെ ഇരിപ്പ് നോക്ക്. അല്ല, പിന്നെ ഞങ്ങള് മെമ്പർ ആയിക്കോളി, മൂപ്പരെ കൊണ്ടൊരു കാര്യമില്ല. അതെന്നപ്പ നല്ലത്. ഒരുപാട് നിയമവശങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അതൊക്കെ നോക്കാ കോയക്ക. ഒന്ന് നോക്കിന്റെ വേണ്ടത്. ഞാൻ ഉറപ്പ് പറയണ്ട, നോക്കാം. മറക്കണ്ട അത്ര വന്നതാ. ദാരിദ്ര്യത്തില് അതുകൊണ്ടാ പറഞ്ഞത്. നീ എന്തറിഞ്ഞിട്ടാണ് അയാൾ ഇതിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞേക്കണേ? സ്വന്തമായിട്ടൊരു വീട്, 10-15 സെന്റ് സ്ഥലമുണ്ട്, കുറെ കാശ് ബാങ്കിൽ ഫിക്സഡ് ഇട്ടൊക്കെയാണ്. അത് ചെലവാക്കാതിരിക്കാനായിട്ട് മക്കളുമായിട്ട് വഴക്കിട്ടിട്ട് കണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇയാളാണ് ദരിദ്രൻ. ചെറുപ്പുണ്ടാവും എടുക്കാൻ ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ എന്നാ ഉണ്ടാവില്ല. ഒരു പണിക്കും പോവില്ല, 10 പൈസ കയ്യിലും ഉണ്ടാവില്ല, ഒരാൾക്കിട്ട് ഒരു മുതലും കൊടുക്കില്ല. ഞാൻ 2 പോരാ എണ്ണം. ഇപ്പൊ ഞാൻ വേറൊരാള് കോയെന്ന് പറഞ്ഞ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേച്ചി പൊട്ടൻ ചാടി കൊണ്ട് പെട്ടെന്ന്. നിനക്കതിന് ബ്രേക്ക് ഇല്ലേ? അത് ഇല്ലെന്ന് തോന്നണം. ഇല്ലെന്ന് തോന്നണം. ആൾക്കാരെ കൊല്ലാനായിട്ട് ഇറങ്ങിക്കണേ. മന്മേട്ടൻ ചേട്ടനെ കാണാൻ വേണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. എന്താ കാര്യം? എന്ത് കാര്യം മന്മേട്ടാ? അതെ, ഈ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ അമ്മക്ക് ലോൺ എടുത്ത് കൊടുത്തല്ലോ. അമ്മക്ക് ലോൺ എടുത്ത് അമ്മയ്ക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഞാൻ ലോൺ ശരിയാക്കി കൊടുത്തു. അതെ, എനിക്കിത് ലോൺ എടുത്ത് തരാമോ? എന്തോന്ന് പരിപാടി? അത് അല്ല, രജിസ്റ്റർ മാരേജ് വല്ലതും ആണോ? വല്ല അതിന് വല്ലതും ചെയ്യുന്നത് പെട്ടെന്നൊക്കെ പറഞ്ഞു. ഇല്ല, അതൊന്നും അല്ല. പിന്നെ അത് കൂട്ടുകാരെല്ലാരും കൂടിയേ മൂന്നാർക്ക് ബൈക്കിന് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ബൈക്കില്ല, ആകെ സൈക്കിള് മാത്രമേ ഉള്ളൂ. അപ്പൊ ശനിയാഴ്ചക്കുള്ള ലോൺ കിട്ടുകയാണെങ്കിൽ ബൈക്ക് എടുക്കാൻ അവരുടെ കൂടെ അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടാണ്. കൂട്ടുകാരുമൊത്ത് മൂന്നാർ ടൂർ പോകാൻ ബൈക്ക് മേടിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ലോണ് അല്ലേ? തലമുണ്ട ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും. ആൾക്കാർ ഓരോ നിവർത്തിയില്ല, ജീവിക്കാൻ നിവർത്തിയില്ല, ലോൺ എടുക്കാൻ നടക്കണം, ബൈക്ക് മേടിക്കാൻ. എടുത്തോ പോടാ, തേങ്ങ മോട്ടിച്ചെന്നടാ. പിന്നെ വീട്ടിൽ തേങ്ങ വാങ്ങിച്ചാലേ ഉള്ള? ഇല്ല, ഞാൻ വിൽക്കാൻ കൊണ്ടുപോണേ.
വീട്ടിൽ നിന്ന് എടുത്ത് വിൽക്കാൻ കൊണ്ടുപോകണം. എന്നാ പിന്നെ നീ കുറച്ച് അധികം തേങ്ങ എടുത്ത് വിൽക്കാത്ത നിനക്ക് ബൈക്ക് മേടിക്കായിരുന്നല്ലോ. ലോണാ ചോദിച്ചത്, എന്റെ ഉപദേശം ചോദിച്ചൊന്നുമില്ല ഞാൻ കേട്ടോ. ആ തള്ള കഷ്ടപ്പെട്ട് എവരെയൊക്കെ വളർത്തണം. ലോണും എടുത്ത് ഇങ്ങനെ കുറെ മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തിനാ ഈ പാഴിനെയൊക്കെ എറിഞ്ഞ് തേങ്ങ പാഴാക്കണത്? വളരെ ഉപകാരത്തെ കുട്ടിയെ, വളരെ സന്തോഷം. ഒരു 50 ഉറുപ്പ്യ ഉണ്ടാ ശരി. പോയി വേറെ അതേതാ കുട്ടി? ഞാൻ ഇപ്പൊ ഇന്ന് കാണണപ്പൊ ഞാൻ ഇങ്ങോട്ട് വരണ എന്നെ അങ്ങോട്ട് ആക്കി വെച്ചപ്പോ വന്നാ കായൊന്നും തരാനുള്ള വട്ടം ഉണ്ടായില്ല. അല്ല എന്താ വിളിച്ചു മന്മ തന്നെ? നാളെ മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥർ വരും. എന്തിന്? എന്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കോയ, നിങ്ങൾക്ക് മറ്റേ ഇതിലേക്ക് വരണ്ടേ, ദരിദ്രനിലേക്ക് വരണ്ടേ? അതിന് അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് നാളെ എന്യൂമറേറ്റർമാർ വരും. അതല്ല ഞാൻ വിചാരിച്ചേ, ഞാനിപ്പോ ദരിദ്രം എന്നുള്ളതല്ലാണ്ട് ഞാൻ ഒരാളുടെ ഒരു മുതൽ ഇതേവരെ അതെനിക്കറിയാം. അപ്പൊ അവര് വരുമ്പോ അവര് വന്ന് ചോദിക്കണതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. അതെ അല്ലേ? ദാരിദ്ര്യം നല്ലപോലെ തോന്നണം. അപ്പൊ എന്താ കാട്ടണ്ടേ ഞാന്? എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം അവിടെ. അതിപ്പോ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അത് പാത്രങ്ങളൊക്കെ മാറ്റി ചിരട്ട വയ്ക്കാലോ. അത്രയൊന്നും വേണ്ട. വേണ്ട. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. ആ ചങ്ങായി അതൊക്കെ പിറക്കി കൊണ്ടുവരുമ്പോ ഒന്ന് വന്നിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടല്ലേ. നേരെ എത്ര ഇവിടെ പണിയെടുക്കുന്നത്. ഇവിടെ ഇരുന്ന് കത്തുവോ? അമ്മന്റെ അമ്മേ, ഈ ചങ്ങായി ഇനി പേര് നേരത്തെ വരികയാണാവോ. ഈ തീയും പോകാൻ കൊണ്ട് ചാവും ഞാനിപ്പോ. നമസ്കാരം. നമസ്കാരം സാറേ. കോയ? ഞാനാണ് കോയ. ദാരിദ്ര്യാണ് സാറേ. കണ്ട, ആകെ ദാരിദ്ര്യാണ്. അതന്നെ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സർവേക്ക് വന്നാണ്. സാറൊന്ന് ഇരുന്ന് സംസാരിക്കാം. എവിടെ? എന്റെ കസേരയിൽ ഇരുന്ന്, എന്റെ അവിടുത്തെ കസേരയാണ് സാറേ. ദാരിദ്ര്യത്തിന്റെ കസേരയാണ്. അതിലിരിക്കണ്ട, ഞാൻ നിന്നോളാം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കേ ഇനിയുണ്ടോ? സത്യസന്ധമായിട്ട് മറുപടി പറയണം. ആയിക്കോട്ടെ. പേരെന്തേനി? പേര് കോയാന്നാണ് സാറേ. ദാരിദ്ര്യത്തിന്റെ ഇതില് കോയാന്നാണ്. ദാരിദ്ര്യ കോയനാ പേര്? അല്ലല്ല, കോയ എന്നാണ് പേര്. കോയന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? പോക്കർ കോയ. പോക്കർ കോയ, അതാ ചോദിക്കണത്. ഈ വീട്ടുപേരെന്താ? കോയ മനസ്സിൽ നിന്ന്. കോയ മനസ്സിൽ. നിങ്ങളെ വീട് തന്നെയാണിത് അല്ലേ? എന്റെ വീട് തന്നെ സാറേ. കുടുംബം എങ്ങനെയൊക്കെയാണ്? വേറെ ആർക്കുണ്ട് ഇവിടെ? വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട് സാറേ. ദാരിദ്ര്യം കാരണം എല്ലാരും വിട്ടുപോയി. ഇന്നെ ഇപ്പൊ ഞാനും എന്റെ ദാരിദ്ര്യം മാത്രമുള്ള ഈ വീട്ടില്. അതെ സാറേ. ഈ ഭക്ഷ്യലഭ്യത ഉള്ള കുടുംബാണോ നിങ്ങളത്? അതേലോ. ആണല്ലേ? അപ്പൊ പിന്നെ കാരണം അതിന്റെ ഒരു ദാരിദ്ര്യത്തിലല്ല ഞാന്. ഏതിന്റെ ദാരിദ്ര്യത്തിൽ? ഇതിന്റെ ഭക്ഷ്യലഭ്യത ഉണ്ടോന്ന് വെച്ചാ എന്താ? എന്താ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പാകമുള്ള വീടാണോ? ഇല്ലല്ലോ, അല്ലേ ദാരിദ്ര്യം പറയണേ. എന്താ ദാരിദ്ര്യാണേ? എന്നെ കണ്ടില്ലേ സാറേ, നിങ്ങൾ ആകെ ദാരിദ്ര്യാണ് ഈ വീട്ടില്. ഉള്ളിലെ ബനിയനൊക്കെ നല്ല ബനിയനാണല്ലോ. ഉള്ളിലുള്ള ബനിയനേ അത് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് തന്നതാണ് സാറേ എനിക്ക്. പിന്നെ അതിട്ടാ പോരാ, അതിന്റെ മേലേക്ക് ഇരു സട്ടി ഇടണങ്ങള്. അല്ല എന്തേലും ഒന്ന് മേത്തിടണ്ടേ നമുക്ക്? അതിന്റെ ഇടയിൽ കൂടെ അതും കണ്ട ദാരിദ്ര്യാണ് അല്ലേ? അതന്നെ, ദാരിദ്ര്യം ഒന്നും അറിയാനില്ല, ദാരിദ്ര്യം തന്നെ.
ഞാനിങ്ങനെ ഒരാള് ഇവിടെ കഴിയുണ്ട് കണ്ടില്ലേ, വെറുതെ വെള്ളം ചൂടാക്കാണ്. എല്ലാവരും അരി കൊണ്ടെന്നാ ഞാൻ ഇതിലിടും. ഈ റേഷൻ കാർഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടലുണ്ട്? റേഷൻ കാർഡിൽ ഇപ്പൊ അരി മണ്ണെണ്ണല്ലേ കിട്ടുള്ളൂ. മണ്ണെണ്ണ വെച്ചിട്ട് ഇപ്പൊ ചോറ് വെക്കാൻ പറ്റില്ലല്ലോ. വേറെ ഒരു സാധനം എൻ്റെ അവിടെ ഇല്ല സാറേ. ഉപ്പും കൂടി മേടിക്കാൻ എൻ്റെ കയ്യില് കാര്യമില്ല. ഈ വീട് കണ്ടിട്ട് അത്ര ദാരിദ്ര്യം തോന്നില്ലല്ലോ ഇത്. അതന്നെ സാറേ, അപ്പൊ അതല്ലേ ഞാൻ കുടുങ്ങിയത് ഇപ്പൊ. ഇത് കണ്ടിട്ട് എല്ലാരും പറയണത് അതന്നെ. ഇവിടെ വലിയ വീടാണല്ലോ, വലിയ വീടാണല്ലോ. എന്റെ വാപ്പാടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പെരയാണിത്. പിന്നല്ലാണ്ട് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റൂലല്ലോ. എപ്പഴാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെന്ന് ആർക്കറിയാം. അല്ല ഇപ്പൊ ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് ഈ ഇതൊക്കെ വെച്ചുണ്ടാക്കണേ. ഇവിടെ ഈ പിന്നെ ഈ പെര നിക്കണ സ്ഥലം എത്ര ഉണ്ട് നിങ്ങക്ക്? ആർക്കാ പറയണ്? ഇത്രയൊക്കെ 10-15 കണക്കൊന്നുമില്ലേ? എത്ര സെന്റ് ഉണ്ടെന്നാ ചോദിക്കണേ. ഇപ്പൊ ഞാനിപ്പോ അത് ആധാരത്തിലുണ്ടാവും. വാപ്പാടെ കാലത്തുള്ളതാണ്. അപ്പോഴേ കോയാ നിങ്ങളെ ഈ പൊരയും ഈ സ്ഥലവും നിങ്ങളെങ്ങനെ ആകെ മൊത്തം കണ്ടിട്ട് ഒരു ദാരിദ്ര്യം അങ്ങോട്ട് തോന്നുന്നില്ല. ഇങ്ങനെ കണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നൊരു സംശയം ഉണ്ട് എനിക്ക്. എന്താ സാറേ നിങ്ങൾ അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും അതിൽ പെടുത്തണം. ഇല്ല, പെടുത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മാനദണ്ഡം വേണ്ടേന്ന്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളെ വല്ല എയ്ഡ്സ് രോഗിയാന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതെവിടുന്ന് കിട്ടുക? അതെവിടുന്ന കിട്ടുകയെന്നോ? അതെങ്ങനെ എങ്ങനെയും അതൊന്ന് ഒപ്പിച്ചു തരും സാറേ സർട്ടിഫിക്കറ്റ്. എന്ത് മനുഷ്യനാണ് നിങ്ങൾ? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചേ? അല്ല അതൊക്കെ അതില്ലല്ലോ. അതൊന്നും നടക്കണ കാര്യമല്ല കേട്ടോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അതൊട്ട് സീരിയസ് ആക്കിയ. എന്തായാലും നിങ്ങളെക്കാട്ടും ദാരിദ്ര്യമുള്ള ആൾക്കാർ നാട്ടിലുണ്ട്. ഉണ്ടാവില്ല സാറേ, ഉണ്ടാവില്ല നിങ്ങൾ അങ്ങോട്ട് പറയും. ഞാൻ അല്ലല്ലേ ഇങ്ങനെ നടക്കണേ. രാവിലെ വേണം തുടങ്ങിയല്ലേ നടപ്പോ. ഞാൻ അടുപ്പും ചെമ്പൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചാളേ വെക്കാല്ലേ സാറേ. അതെ ഇവിടൊക്കെ പോയില്ല പഠിച്ചാനെ. എന്തപ്പ ഉണ്ടായി തരാന്നാ പറഞ്ഞ്, ഇല്ലാന്നാ പറഞ്ഞ്. ആ മന്മഥൻ ശരിയായിക്കോളും. ആവും ഇപ്പൊ ഇയാൾക്കും അല്ല സഞ്ചി കൊടുക്കാത്തതിന്റെ ആവോ കലാക്ക്. ഇപ്പൊ ഇത് എവിടെ കൊണ്ടുപോയി വെക്കാം ഈ സാധനങ്ങളൊക്കെ?